നമസ്കാരം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ എ പത്മകുമാറിനെയും എൻ വാസുവിനെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പരോക്ഷമായോ പ്രത്യക്ഷമായോ സ്വീകരിക്കുന്നതിന്റെ സൂചനകൾ, അല്ലെങ്കിൽ SIT എന്ന ഏജൻസി, കോടതി ഇടപെടലിലൂടെ അന്വേഷണം തുടരുന്ന SIT എന്ന ഏജൻസിയെ നിയന്ത്രിക്കാനും വരുതിയിലാക്കാനും സർക്കാർ സംവിധാനങ്ങൾക്കും CPM ഹാൻഡിലുകൾക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയം ഉന്നയിച്ചുകൊണ്ടാണ് DNA അന്ന് ആ വാർത്ത ചെയ്തത്. തീർച്ചയായിട്ടും ഇതിലൊക്കെ തന്നെ വ്യാപക ഇടപെടൽ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം തന്നെ ED ഈ വിഷയത്തിലേക്ക് വരികയേ വേണ്ട എന്ന് സർക്കാർ ഔദ്യോഗികമായി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നതിനെ പറ്റിയുള്ള വാർത്തയും നമ്മൾ കണ്ടു. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്, സത്യം പുറത്തു വരേണ്ടതുണ്ട്. ഇതിലൊക്കെ തന്നെ എല്ലാം ആസൂത്രകനായി നിന്നത് എൻ വാസു എന്ന മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലൂടെ, അദ്ദേഹത്തെ വീണ്ടും SIT ചോദ്യം ചെയ്യും എന്നാണ് അറിവ്, ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ആസൂത്രണം എങ്ങനെ നടന്നു, മാത്രമല്ല മറ്റൊരു സർക്കാർ ഉന്നതൻ കടകംപള്ളി സുരേന്ദ്രനാണെന്ന് പറയപ്പെടുന്നു, ഉന്നതന് ഉള്ള പങ്ക് കൂടി വ്യക്തമാകും. എല്ലാത്തിന്റെയും പിന്നിൽ കളിച്ചതും ആസൂത്രണം ചെയ്തതും പദ്ധതി പ്ലാൻ ചെയ്തതും, അല്ലെങ്കിൽ അത് ഈ ഒരു വലിയൊരു ഗെയിമായിട്ട് ഈ പരിപാടി അവതരിപ്പിച്ചതും എൻ വാസുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവുമാണെന്ന് പറയുന്നു. എ പത്മകുമാർ ഒക്കെ തന്നെ അതിൽ പങ്കാളികളാണ്. നേരത്തെ പറഞ്ഞ ഒരു സർക്കാർ നിലവാരത്തിലുള്ള ഒരു ഉന്നതൻ കൂടി ഇതിൽ പങ്കാളികളാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അതായത് ഇപ്പോൾ ഈ ഇലക്ഷന്റെ സമയമൊക്കെ ആയതുകൊണ്ട് SITയുടെ മറ്റ് നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് സർക്കാരിന്റെ ഇടപെടൽ മൂലമാണോ, സർക്കാർ ഈ വിഷയത്തിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റിയോ അവർക്ക്? ഇപ്പൊ ഹൈക്കോടതിയുടെ അന്വേഷണമായാലും ഗവൺമെന്റ് സർവീസിൽ കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ് ഇവരെല്ലാവരും തന്നെ. അപ്പം ഏത് രീതിയിലെങ്കിലും ഇതിനെ സ്വാധീനിക്കാനോ ഏതെങ്കിലും തരത്തിൽ ഈ SIT അന്വേഷണത്തെ ഒന്ന് പിടിച്ചു നിർത്താനോ CPMനോ സർക്കാരിനോ കഴിഞ്ഞോ എന്നുള്ള ചില സംശയങ്ങൾ കൂടി ഈ ഒരവസരത്തിൽ ഉയരുകയാണ്. അതിനിടയിലൂടെയാണ് ഇപ്പോൾ ഈ എൻ വാസുവിന്റെ കാര്യം പുറത്തു വരുന്നത്. സർക്കാർ ഉന്നതൻ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്നാലും സ്വർണ്ണ പാളികളിൽ, അല്ലെങ്കിൽ പാളികളിൽ സ്വർണം പൂശാൻ സ്പോൺസർ എന്ന നിലയിൽ തനിക്ക് അനുമതി നൽകണം എന്ന് കാട്ടി അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്ത് സമർപ്പിച്ചിരുന്നു എന്ന പത്മകുമാറിന്റെ മൊഴിയെ തുടർന്ന് പോറ്റിയെയും കടകംപള്ളിയെയും ചോദ്യം ചെയ്യും, പോറ്റിയെ ഒന്നുകൂടി ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോറ്റി കടകംപള്ളിക്ക് സമർപ്പിച്ചു എന്ന് പറയുന്ന കത്ത് അത് കണ്ടെത്താനുള്ള സാധ്യതയില്ല. എന്തായാലും കത്തായിട്ട് എഴുതി കൊടുത്തതില്ലേ, അപ്പൊ തീർച്ചയായിട്ടും അത് പോയി കാണും, അല്ലെങ്കിൽ നശിപ്പിച്ചു കാണും. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വശം സ്വർണം പൂശാനായി കൊടുത്തുവിടണം എന്ന് നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള യാതൊരു രേഖകളും ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല എന്നതും അന്വേഷണത്തെ വഴിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത്തരത്തിൽ ഒരു സംഭവ വികാസങ്ങളാണ് ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് ഒരു പരിധിവരെ ഈ SIT അന്വേഷണത്തെ നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ നിഗമനങ്ങളും അല്ലെങ്കിൽ പ്രാഥമിക കണ്ടെത്തലുകളും അനുസരിച്ച് എൻ വാസു തന്നെയാണ് ഈ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തത്, ഇത് ഏകോപിപ്പിച്ചത്. ഒപ്പം പത്മകുമാർ ഒപ്പം ഉണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ കൈക്കാരനായി നിന്നതാണ്. അതുപോലെ തന്നെ തന്ത്രിയുടെ ഒരു ബിനാമിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ആരോപണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇത് ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ കൂടി അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ SIT അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ രീതിയിൽ അന്വേഷണം അത്ര സുഗമമായി സുതാര്യമായി മുമ്പോട്ട് പോകുമോ എന്നുള്ള ഒരു സംശയം പൊതുസമൂഹത്തിന് ഉണ്ട്. അത് പരിഹരിച്ച് സുതാര്യമായ അന്വേഷണം നടത്തേണ്ടതാണ്. ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയെ കൂടി ചോദ്യം ചെയ്യും എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വിദേശ ബന്ധമുണ്ടെന്നോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SIT ഇദ്ദേഹത്തെ വിളിച്ച് സമയം ചോദിച്ചതായുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പം മുഖ്യ ആസൂത്രകൻ എൻ വാസു തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നത്. തൽക്കാലത്തേക്ക് അന്വേഷണത്തിന്റെ ആ ഒരു ദ്രുതഗതിയിലുള്ള ആക്ഷൻ ഒന്ന് നിലച്ചിട്ടുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഇതിനകത്ത് CPM എന്ന പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഹൈക്കോടതി വിഷയത്തിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇടപെടും എന്നും കരുതുന്നു.